BB70 വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്തായാലും നെവിൻ്റെ പെർഫോമൻസിനെ വെച്ച് നെവിനെ കുറച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് നെവിന് പണിഷ്മെൻറ്റും കൊടുക്കണ പ്രൊമോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നെവിൻ എവിക്റ്റഡ് ആണോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ല. എന്തായാലും ലാലേട്ടൻ ഈ എവിക്ഷൻ്റെ കാർഡ് എടുത്തിട്ട് നെവിൻ്റെ പേര് വായിക്കുന്നുണ്ട്. പക്ഷേ നെവിനല്ല എവിക്റ്റഡ് എന്ന് തോന്നുന്നത്. എന്നാൽ ഷാനവാസ് തിരിച്ച് വന്നിട്ടുണ്ട്. കാരണം ആദ്യം സംസാരിക്കുന്ന സൈഡ് നമുക്ക് ഈ സർക്കിൾ ഇദ്ദേഹം മാർക്ക് കാണാം. ഷാനവാസ് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ എന്തായാലും ഒരു ട്വിസ്റ്റ് ഉണ്ട് നമ്മുടെ എവിക്ഷന്. ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് എവിക്റ്റഡ് ആയിക്കാണ് കേട്ടേക്കുന്നത്. എന്തായാലും അതിലൂടെ ആരെ സേവ് ആക്കണം അതിൽ പറയുന്നത് നൂറെ അനിമോളെ സേവ് ആക്കണമെന്നാണ്. അനീഷ് പറയുന്നത് നൂറെ സേവ് ആക്കണമെന്നാണ്. മിക്കവരുടെ അഭിപ്രായം നൂറെ സേവ് ആക്കണമെന്നാണ്. കാരണം ടിക്കറ്റ് ഫിനാലെ കിട്ടിയതാണ്. നൂറ് എന്തായാലും സേവ്ഡ് ആണ്. അപ്പോൾ നൂറയ്ക്ക് രണ്ടാഴ്ചത്തേക്ക് ഇല്ല, നേരിട്ട് ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് പോവാണ്. പിന്നെ നെവിൻ എവിറ്റ് ആയില്ല എന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അത് നമുക്ക് എവിറ്റ് ആയിട്ടില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചേക്കുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ലാലേട്ടൻ പറഞ്ഞിട്ട് നെവിൻ ഞാൻ പിടിച്ചോളാം, നെവിൻ്റെ നല്ല പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എവിറ്റ് ആണോ അതൊന്നും അറിയില്ല. ഈ അനിമോളൊക്കെ എവിക്ഷൻ കണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവരാരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് എവിറ്റ് അയക്കണം. എന്തായാലും അക്ബർ നെവിനൊക്കെ ഇരുന്ന് കൈവത്ത് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നെവിനായിരിക്കും എവിറ്റഡ് അയക്കണത്. എന്തായാലും ഇപ്പം നമ്മൾ ആര്യനാണ് എവിറ്റ് അയക്കണമെന്നാണ് അങ്ങനെ നമുക്ക് കേട്ടേക്കണത്. പക്ഷേ അത് ഉറപ്പില്ല. എന്തായാലും എപ്പിസോഡ് ഉണ്ടല്ലോ നമുക്ക് ഫുള്ള് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ആര്യനെ എവിറ്റ് അയക്കണമെന്നാണ് കൂടുതൽ ചാൻസ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ലാലേട്ടൻ ആ കാർഡ് എടുത്ത് വായിക്കണോണ്ട് ഈ നെവിൻ എന്തായാലും ഒരു പണിഷ്മെൻ്റ് ഉണ്ട്. അത് എവിക്ഷൻ ആണോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും ആര്യനെ എവിറ്റഡ് ആകാനാണ് ചാൻസ് കൂടുതൽ. ഇനി ഉറപ്പില്ല. എപ്പിസോഡ് കാണണം എന്തായാലും.